ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കോട്ടൂളി നീർത്തട കണ്ടൽ വനപ്രദേശം ദേശീയ പ്രാധാന്യമുള്ള തണ്ണീർത്തടമായി അംഗീകരിക്കപ്പെട്ടതാണ്. കോഴിക്കോട് നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ഭൂഗർഭ ജലവിധാനം നിലനിർത്തുന്നത് ഈ തണ്ണീർത്തട കണ്ടൽ വനമാണ്. പ്രകൃതിയുടെ വരദാനമായ തണ്ണീർത്തടവും പൈതൃക ജലപാതയായ കനോലി കനാലും സംരക്ഷിച്ചു നിർത്തേണ്ടത് നഗരത്തിന്റെയും ഗ്രാമത്തിന്റെയും ആവശ്യമാണ്. പ്രധാന വാർത്തകൾ. പെട്രോളിയം കമ്പനികൾക്ക് വില നിശ്ചയിക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റ് നിർത്തലാക്കണമെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ. കനോലി കനാലിന് ശാപമോക്ഷം. നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. മെയ് 30-നകം പണി പൂർത്തിയാക്കുമെന്ന് കലക്ടർ. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കോൺഫെഡറേഷൻ ഓഫ് കൺസ്ട്രക്ഷൻ ഓർഗനൈസേഷന്റെ ബന്ദ് ജനുവരി 20, 21, 22 തീയതികളിൽ. വാർത്തകൾ വിശദമായി. പെട്രോളിയം കമ്പനികൾക്ക് വില നിശ്ചയിക്കാനുള്ള അധികാരം ഉടനടി കേന്ദ്ര ഗവൺമെന്റ് നിർത്തലാക്കണമെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ. INTUCയുടെ ജില്ലാ കൺവെൻഷൻ മലബാർ ചേംബർ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. INTUC ജില്ലാ കൺവെൻഷൻ മലബാർ ചേംബർ ഹാളിൽ സംഘടിപ്പിച്ചു. INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഓയിൽ കമ്പനികൾക്ക് വില നിശ്ചയിക്കാനുള്ള അധികാരം ഉടനടി കേന്ദ്ര ഗവൺമെന്റ് നിർത്തലാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പരമ്പരാഗത വ്യവസായ മേഖലയിലെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് ആശ്വാസമാകുന്ന പദ്ധതികൾ നടപ്പിലാക്കാനും അത് സാധാരണ ജനങ്ങളിൽ എത്തിക്കാനും സർക്കാരിന് സാധിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഓയിൽ കമ്പനികൾക്ക് യഥേഷ്ടം വില നിർണ്ണയിക്കാനുള്ള അധികാരം ഉടനടി കേന്ദ്ര ഗവൺമെന്റ് പിൻവലിക്കണം. 1300 രൂപ ഒരു സിലിണ്ടർ ഗ്യാസിന് കൊടുത്തുകൊണ്ട് ഇന്ത്യയിലെ സാധാരണക്കാരന് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന പരമാർത്ഥം നമ്മൾ അംഗീകരിക്കുന്നു. അതുകൊണ്ട് ഓയിൽ കമ്പനികളുടെ ധാരാളിപ്പും ധൂർത്തും അവരുടെ അഴിമതിയും അവരുടെ കെടുകാര്യസ്ഥതയും ഒക്കെ പേറേണ്ട ബാധ്യത ഗ്യാസും പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്ന സാധാരണക്കാരനാണ് എന്ന് വരുന്നത് ഒരു കാരണവശാലും പണിയെടുക്കുന്ന തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന INTUC അംഗീകരിക്കുന്നതല്ല. സമ്മേളനത്തിൽ INTUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. രാജൻ അധ്യക്ഷത വഹിച്ചു. INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC രാമചന്ദ്രൻ, INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ V. പത്മനാഭൻ, മുൻ KPCC മെമ്പർ MK അബ്ദുറഹ്മാൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് PM നിയാസ്, ഗ്രാമീണ ബാങ്ക് സംസ്ഥാന പ്രസിഡന്റ് K. രാജീവൻ, KPCC എക്സിക്യൂട്ടീവ് മെമ്പർ PT സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് നാരായണൻ എന്നിവർ സംബന്ധിച്ചു. 2.41 കോടി രൂപ ചെലവിൽ കനോലി കനാൽ നവീകരണം സരോവരം പാർക്കിന് സമീപം തുടങ്ങി. മെയ് 31-നകം പണി പൂർത്തിയാക്കുമെന്ന് ജില്ലാ കളക്ടർ CA ലത അറിയിച്ചു. പുതിയറ പാലത്തിനും എരഞ്ഞിക്കലിനുമിടയിൽ 11.20 കിലോമീറ്ററാണ് ചളിവാരി വൃത്തിയാക്കുക. എരഞ്ഞിക്കലിനും കുണ്ടൂപ്പറമ്പിനുമിടയിൽ സംരക്ഷണ ഭിത്തികെട്ടൽ, മാലിന്യം നീക്കൽ, കാട് വെട്ടിത്തെളിയിക്കൽ എന്നിവയാണ് നടക്കുക. നഗരത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ നിറയുന്നതും കുളവാഴയും പായലും ഉൾപ്പെടെ തിങ്ങി വളരുന്നതും കനോലി കനാലിലെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ജനങ്ങളുടെ സമീപനത്തിൽ മാറ്റം വരുത്താതെ കനോലി കനാലിനെ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. 11.20 കിലോമീറ്റർ ദൈർഘ്യമുള്ള കനോലി കനാലിന്റെ നവീകരണം പൂർത്തിയായാൽ കനാലിലൂടെയുള്ള ജലഗതാഗതം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷ. നാഷണൽ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്ന് 4.60 കോടി രൂപയാണ് കനോലി കനാലിന്റെ നവീകരണത്തിനായി ഇറിഗേഷൻ വകുപ്പിന് ലഭിച്ചിരിക്കുന്നത്. കനാലിൽ നിന്ന് നീക്കം ചെയ്യുന്ന മാലിന്യങ്ങൾ താൽക്കാലികമായി നിക്ഷേപിക്കാൻ മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഉടമസ്ഥതയിലുള്ള 1 ഏക്കർ സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട്.
പുതിയറ പാലം ഉയർത്തുന്നതടക്കമുള്ള നടപടികൾ ഇറിഗേഷൻ വകുപ്പും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് തയ്യാറാക്കി അനുമതിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. കനോലി കനാലിനെ നവീകരിക്കുന്നതിനായി നിരവധി പദ്ധതികൾ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒന്നും ദീർഘകാലാടിസ്ഥാനത്തിൽ ഫലവത്താവാതെ പോയതോടെ കനാൽ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുകയായിരുന്നു. 1955-ൽ കോഴിക്കോട് കളക്ടറായിരുന്ന കനോലി സാഹിബാണ് കല്ലായി പുഴയെ എലത്തൂർ പുഴയുമായി ബന്ധിപ്പിച്ച് കനാൽ നിർമ്മിക്കാനുള്ള രൂപരേഖ അവതരിപ്പിച്ചത്. ജലഗതാഗതമായിരുന്നു കനാലിലൂടെ സാഹിബ് ലക്ഷ്യമിട്ടത്. എലത്തൂർ കല്ലായി കനാൽ എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. കനോലി സാഹിബിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായാണ് കനോലി കനാൽ എന്ന് പേര് നൽകിയത്. അന്ന് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിയുടെ സഹായം കൊണ്ടാണ് കനാലിന് ഭൂമി വിട്ടുകിട്ടിയത്. ജലഗതാഗതത്തിനൊപ്പം കനാലിലെ വെള്ളം കൃഷിക്കും ഉപയോഗിക്കാമെന്ന് കനോലി സാഹിബ് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ കടലിൽ നിന്ന് ഉപ്പുവെള്ളം കനാലിലെ വെള്ളത്തിലേക്ക് കയറുന്നതിനാൽ കൃഷി നശിച്ചു പോകുന്ന അവസ്ഥയുണ്ടായി. എന്നാൽ ഇതിന് പരിഹാരമായി തടയണകൾ കെട്ടുന്നതിൽ അധികൃതർ പരാജയപ്പെട്ടു. അതോടെ കനോലി കനാലിന്റെ അപജയവും തുടങ്ങി. ഇപ്പോൾ മാവൂർ റോഡിൽ പുതിയ ബസ് സ്റ്റാൻഡ്, ബേബി മെമ്മോറിയൽ ആശുപത്രിയും ഉള്ള സ്ഥലത്ത് അന്ന് വിശാലമായ പാടശേഖരമായിരുന്നു. കനോലി കനാൽ നിർമ്മിച്ചതോടെ ഉപ്പുവെള്ളം കയറി കൃഷി നശിച്ചു. ഇതോടെയാണ് ഈ സ്ഥലങ്ങൾ നികത്തപ്പെടാൻ തുടങ്ങിയത്. വൻകിടക്കാരുടെ കെട്ടിടങ്ങളും ചില ആശുപത്രികളും വിസ്താരം കൂട്ടിയത് കനാലിന്റെ ഒരു ഭാഗം കയ്യേറിയതാണെന്ന ആക്ഷേപവും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കനാലിന്റെ വക്കുകളാവട്ടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാനും തുടങ്ങി. നഗരത്തിൽ ബിസിനസ് സ്ഥാപനങ്ങളും ഹോട്ടലുകളും മറ്റും വ്യാപിച്ചതോടെ കനോലി കനാൽ മാലിന്യങ്ങളുടെ കൂമ്പാരമായി മാറാൻ തുടങ്ങി. നഗരത്തിൽ നിന്നും പുറത്തുനിന്നുള്ള മാലിന്യങ്ങൾ മുഴുവൻ രാത്രികാലങ്ങളിലും മറ്റുമായി കനാലിൽ നിക്ഷേപിക്കുന്നത് ഇപ്പോഴും പതിവാണ്. കനാലിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് സൗന്ദര്യവൽക്കരിച്ചാൽ ജലഗതാഗതം പോലെ കനോലി സാഹിബ് വിഭാവനം ചെയ്ത പദ്ധതികൾ നടപ്പിലാക്കാനാകും. സംസ്ഥാന കൃഷി വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കൃഷിയും വിദ്യാഭ്യാസവും എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല കളക്ടർ CA ലത ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ കൃഷി വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കൃഷിയും വിദ്യാഭ്യാസവും എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല ജില്ലാ കളക്ടർ CA ലത ഉദ്ഘാടനം ചെയ്തു. വെറുതെ നമ്മളിപ്പോൾ ഗ്രോ ബാഗ്സിൽ കിട്ടുന്ന ഹോർട്ടികോർപ്പിന്റെ ഒക്കെ ഗ്രോ ബാഗ്സിൽ ടെറസിൽ പച്ചക്കൃഷി ചെയ്യാനായിട്ട് കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ വെറുതെ കൊണ്ട് അവിടെ വെച്ച് വെള്ളം ഒഴിച്ചു എന്ന് പറഞ്ഞ് മാത്രം ഇതൊന്നും വളരണമെന്നില്ല. അതിൻ്റേതായിട്ടുള്ള ഓരോ കൃഷി രീതികളുണ്ട്. അപ്പം ആ രീതികളൊക്കെ പഠിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടും കുട്ടികൾക്ക് ആ ഒരു എഡ്യൂക്കേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടുമാണ് ശില്പശാല സംഘടിപ്പിച്ചത്. പച്ചക്കറി കൃഷിയിലും വിപണനത്തിലും സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ പച്ചക്കറി കൃഷിയുടെ വിസ്തീർണവും ഉൽപാദനവും വിപണനശേഷിയും വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വിദ്യാർത്ഥികളുടെ കുടുംബങ്ങളിലേക്ക് എന്ന തത്വം അടിസ്ഥാനമാക്കി വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് പരിപാടി സംഘടിപ്പിക്കുന്നത്. പച്ചക്കറി വികസന പരിപാടികൾ ചർച്ച ചെയ്യുന്നതിനായി ജില്ലയിലെ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുത്ത അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ശില്പശാലയിൽ കൊയിലാണ്ടി DEO ജവഹർ മനോഹർ, ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ M അബ്ദുൽ ലത്തീഫ്, വിദ്യാഭ്യാസ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ P അജയ്കുമാർ എന്നിവർ സംബന്ധിച്ചു. വട്ടാമ്പൊയിൽ പ്രദേശത്തുകാർക്ക് തലവേദനയായ മദ്യവിൽപ്പനശാല അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് വട്ടാമ്പൊയിൽ ഏരിയ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നേതൃത്വത്തിൽ 10,000 പേരുടെ ഭീമ ഹർജി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ഒപ്പുശേഖരണം നടത്തി. റിട്ടയർഡ് സെഷൻസ് ജഡ്ജ് PN ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. വട്ടാമ്പൊയിൽ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന മദ്യഷാപ്പ് മാറ്റി സ്ഥാപിക്കണമെന്ന തീരുമാനം ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി, എക്സൈസ് വകുപ്പ് മന്ത്രി, സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി തുടങ്ങി ബന്ധപ്പെട്ട അധികാരികൾക്ക് പ്രദേശത്തെ 10,000 പേർ ഒപ്പിട്ട ഭീമഹർജി നൽകുന്നതിന്റെ ഭാഗമായി വട്ടാമ്പൊയിൽ ഏരിയ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ വർവയുടെ ആഭിമുഖ്യത്തിൽ ഒപ്പുശേഖരണം സംഘടിപ്പിച്ചു. വട്ടാമ്പൊയിൽ റെയിൽവേ ഗേറ്റിന് സമീപം നടന്ന ഒപ്പുശേഖരണം റിട്ടയർഡ് സെഷൻ ജഡ്ജി PN ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. വട്ടാമ്പൊയിൽ ഏരിയ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് പ്രശാന്ത് കളത്തിങ്കൽ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി മുഹമ്മദ് അഷ്റഫ് BV, AV കോയ, CPM മജീദ്, E ബഷീർ, അലി അക്ബർ എന്നിവർ നേതൃത്വം നൽകി. വട്ടാമ്പൊയിലെ ബീവറേജ് കോർപ്പറേഷന്റെ വിദേശ മദ്യവിൽപ്പനശാല പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും ശല്യമായി ഇന്നും തുടരുകയാണ്. പൊതുജനങ്ങൾക്ക് ശല്യമായി മാറിയ ഈ ഷാപ്പ് ഇവിടെ നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരാഹാരം ഉൾപ്പെടെയുള്ള നിരവധി സമരങ്ങൾ നടത്തിയതിന്റെ ഫലമായാണ് സ്ഥാപനം ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കുവാൻ സർക്കാർ തലത്തിൽ തീരുമാനമായത്. എന്നാൽ ഈ തീരുമാനം നടപ്പിലാക്കാതിരിക്കാൻ തൽപരകക്ഷികൾ ശ്രമിച്ചതിന്റെ ഫലമായി ഇന്നും ഒഴിഞ്ഞുപോകാതിരിക്കുകയാണെന്നും വർവ ആരോപിക്കുന്നു. പുതിയ തലമുറയ്ക്ക് കോട്ടൂളി തണ്ണീർത്തടത്തിന്റെ പാരിസ്ഥിതിക ജൈവ വൈവിധ്യ പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് നൽകുന്നതിന് ശില്പശാല സംഘടിപ്പിക്കുന്നു. ജനുവരി 22-ന് ബുധനാഴ്ച നടക്കുന്ന പരിപാടിയിൽ 1000-ലധികം വിദ്യാർത്ഥികൾ പ്രകൃതി സംരക്ഷണ പ്രതിജ്ഞയെടുക്കും. ചരിത്രപ്രസിദ്ധമായ കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പ്രകൃതിയുടെ വരദാനമായ 300 ഏക്കറോളം വിസ്തൃതിയുള്ള കോട്ടൂളി കണ്ടൽ നീർത്തടവും ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന 11.4 കിലോമീറ്റർ നീളമുള്ള പൈതൃക ജലപാതയായ കനോലി കനാലും സംരക്ഷിച്ചു നിർത്തേണ്ടത് നഗരത്തിന്റെയും ഗ്രാമത്തിന്റെയും കാലത്തിന്റെയും ആവശ്യമാണ്.
സമഗ്രവും സമ്പൂർണവുമായ ഒരു പദ്ധതിക്ക് മാത്രമേ കനോലി കനാലിനെയും അതുവഴി അത്യപൂർവ കണ്ടൽക്കാടുകൾ നിറഞ്ഞ കോട്ടൂളി തണ്ണീർത്തടത്തെയും രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന പണം ഉപയോഗിച്ചും മറ്റു മാർഗങ്ങൾ തേടിയും തണ്ണീർത്തടത്തിലെ സ്വകാര്യ ഭൂമി എത്രയും വേഗം ഏറ്റെടുത്ത് സംരക്ഷിക്കണം. പുതിയ തലമുറയ്ക്ക് കോട്ടൂളി തണ്ണീർത്തടത്തിന്റെ പാരിസ്ഥിതിക ജൈവവൈവിധ്യ പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് നൽകുന്നതിന് ശില്പശാല സംഘടിപ്പിക്കുന്നു. ജനുവരി 22 ബുധനാഴ്ച ഉച്ചയ്ക്ക് ആരംഭിക്കുന്ന പരിപാടിയിൽ 1000-ലധികം വിദ്യാർത്ഥികൾ അണിനിരന്ന് പ്രകൃതി സംരക്ഷണ പ്രതിജ്ഞയെടുക്കും. കണ്ടൽ കാടുകളെക്കുറിച്ച് ജൈവവൈവിധ്യ ബോർഡിന്റെ CD പ്രദർശനം, കോട്ടൂളി തണ്ണീർത്തടത്തിന്റെ ജൈവവൈവിധ്യം സംബന്ധിച്ച് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജാഫർ പാലോട്ടിന്റെ ക്ലാസ്, ജനകീയ ജൈവവൈവിധ്യ രജിസ്റ്റർ നിർമ്മാണത്തിൽ വിദ്യാർത്ഥികളുടെ പങ്ക് എന്നീ അവതരണങ്ങളും നടക്കും. വാർത്തകളിൽ ഇടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദവിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ? ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mine Diamonds from Malabar Golden Diamonds. ജെമിനി സർക്കസ് കോഴിക്കോട് മിനി ബൈപ്പാസ് സപ്തഗിരിയിൽ ദിവസേന 3 പ്രദർശനങ്ങൾ. ഉച്ചക്ക് 1 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക്, രാത്രി 7 മണിക്ക്. അഭ്യാസ പ്രകടനങ്ങളുടെ പുതുമ കൊണ്ടും അവതരണ രീതിയുടെ മികവ് കൊണ്ടും ഇന്ത്യയിലെ നമ്പർ 1 സർക്കസ് ജെമിനി സർക്കസ്. ആഫ്രിക്കൻ, റഷ്യൻ കലാകാരന്മാരുടെ അതിസാഹസിക പ്രകടനങ്ങളുമായി ജെമിനി സർക്കസ് കോഴിക്കോട് മിനി ബൈപ്പാസ് സപ്തഗിരിയിൽ. വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളുമായി ജെമിനി സർക്കസ്. വാർത്തകൾ തുടരുന്നു. അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി പദ്ധതി നടപ്പിലാക്കുന്നതിനായി കൂടുതൽ തസ്തികകൾ അനുവദിക്കണമെന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെറ്റിനറി ഡോക്ടർമാരുടെ നിസ്സഹകരണ സമരം തുടരുകയാണ്. കേരള ഗവൺമെന്റ് വെറ്റിനറി ഓഫീസേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിലാണ് സമരം. പദ്ധതി നടത്തിപ്പും മൃഗചികിത്സയും വെവ്വേറെ വിഭാഗങ്ങളാക്കി മൃഗസംരക്ഷണ വകുപ്പ് പുനഃസംഘടിപ്പിക്കുക, വെറ്ററിനറി ഡോക്ടർമാരുടെ സേവന വേതന വ്യവസ്ഥകളെ സംബന്ധിച്ച് പഠിക്കുന്നതിനായി സർക്കാർ നിയോഗിച്ച ഗീതാപറ്റി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക, കുളമ്പ് രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഉണ്ടായ പാളിച്ചകൾ ശാസ്ത്രീയമായി പഠനവിധേയമാക്കുക, സമയബന്ധിതമായി പ്രൊമോഷൻ നടപ്പിലാക്കുക, അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി ആത്മാ പദ്ധതി നടപ്പിലാക്കുന്നതിനായി കൂടുതൽ തസ്തികകൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്തെ വെറ്ററിനറി ഡോക്ടർമാരുടെ നിസ്സഹകരണ സമരം ആരംഭിച്ചു. പദ്ധതി പൂർത്തീകരണത്തിന് കഷ്ടിച്ച് 2.5 മാസമുള്ളപ്പോൾ നടക്കുന്ന ഈ സമരം മൃഗസംരക്ഷണ വകുപ്പ് പഞ്ചായത്ത് തല പദ്ധതികളെ പ്രതികൂലമായി ബാധിച്ചേക്കാമെന്ന സൂചനയുണ്ട്. ഗുണഭോക്തൃ വിഹിതം വാങ്ങിയ പദ്ധതികൾ പോലും നടപ്പിലാക്കാൻ സാധിക്കാത്ത അവസ്ഥ സംജാതമായിട്ടുണ്ട്. കുളമ്പ് രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടപ്പിലാക്കേണ്ട മാസങ്ങളിൽ നടക്കുന്ന സമരം കന്നുകാലി രോഗ പ്രതിരോധ സംവിധാനത്തിൽ കാര്യമായ വിള്ളൽ ഉണ്ടാക്കിയേക്കുമെന്നും ക്ഷീരകർഷകർ ഭയപ്പെടുന്നു. സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ വകുപ്പ് തല പദ്ധതി നിർവഹണത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഫെബ്രുവരി 1 സൂചനാ പണിമുടക്കിന് ശേഷവും സർക്കാർ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് തയ്യാറാവുന്നില്ലെങ്കിൽ ഫെബ്രുവരി 2 മുതൽ പഞ്ചായത്ത് പദ്ധതി നിർവഹണത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വരുമെന്ന് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികളായ ഡോക്ടർ R.K. സ്നേഹരാജ്, ഡോക്ടർ P. ഗിരീഷ് കുമാർ എന്നിവർ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ മാത്രം 1/2 കോടിയിലേറെ രൂപയുടെ വകുപ്പ് തല പദ്ധതികളുടെ നടത്തിപ്പ് ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോൺഫെഡറേഷൻ ഓഫ് കൺസ്ട്രക്ഷൻ ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് നിർമ്മാണ ബന്ദ് നടത്തുന്നു. ജനുവരി 20, 21, 22 തീയതികളിലാണ് നിർമ്മാണ ബന്ദ് നടത്തുകയെന്ന് CCO ഭാരവാഹികൾ പറഞ്ഞു. കേരളത്തിൽ നിർമ്മാണ മേഖലയിൽ ഇന്ന് ബാധിച്ചിരിക്കുന്ന പ്രതിസന്ധി ഏറെ ആശങ്കയോടെയാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കാണുന്നത്. കഴിഞ്ഞ 6 മാസം കൊണ്ട് 40% നിർമ്മാണ ചെലവ് വർദ്ധിച്ചത്. നിർമ്മാണത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളായ സ്റ്റീൽ, സിമന്റ് എന്നിവ കേരളത്തിന്റെ 10% പോലും ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇത് കുത്തകയാക്കി വെച്ചിരിക്കുന്ന അന്യസംസ്ഥാന ലോബികൾ എല്ലാ ദിവസവും വില കൂട്ടി ഈ രംഗത്തെ കാർന്നു തിന്നുകയാണ്. നിർമ്മാണ മേഖലയെ വ്യവസായമായി പ്രഖ്യാപിക്കുക, അതിനുവേണ്ടി പ്രത്യേക വകുപ്പ് സൃഷ്ടിക്കുക, കേരള ലേബർ അക്കാദമി സ്ഥാപിക്കുക, പരിസ്ഥിതി ക്ലിയറൻസിന് കാലതാമസം ഒഴിവാക്കുക, മണൽ പ്രതിസന്ധി പരിഹരിക്കുക, അന്യായമായ പരിസ്ഥിതി വാദത്തിന് വിലങ്ങിടുക,
കേരള തണ്ണീർത്തട നീർത്തട ബില്ലിലെ അപാകതകൾ പരിഹരിക്കുക, നിർമ്മാണ രംഗത്ത് ഏകീകൃത കൂലി സമ്പ്രദായം നടപ്പിലാക്കുക തുടങ്ങിയ വിഷയങ്ങൾ പൊതുചർച്ചയ്ക്ക് വിധേയമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് കോൺഫെഡറേഷൻ ഓഫ് കൺസ്ട്രക്ഷൻ ഓർഗനൈസേഷന്റെ പ്രഥമ സംസ്ഥാന നിർമ്മാണ ബന്ദ് ജനുവരി 20, 21, 22 തീയതികളിൽ നടക്കും. ഔഷധമരം ആരോഗ്യത്തിന് എന്ന കേന്ദ്ര സർക്കാർ പദ്ധതി നടപ്പിലാക്കുന്നതിനായി സ്കൂൾ ടീച്ചേഴ്സ് കോർഡിനേഷൻകാരുടെ അവലോകന യോഗം ഒയിസ്ക സെന്ററിൽ സംഘടിപ്പിച്ചു. യോഗത്തിന് ഒയിസ്ക ചീഫ് കോർഡിനേറ്റർ നളിനാക്ഷൻ നേതൃത്വം നൽകി. ഔഷധമരം ആരോഗ്യത്തിന് എന്ന കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം ഒയിസ്കയുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ ടീച്ചേഴ്സ് കോർഡിനേറ്റർമാരുടെ അവലോകന യോഗം നടന്നു. ഒയിസ്ക സെന്ററിൽ സംഘടിപ്പിച്ച അവലോകന യോഗത്തിൽ ഒയിസ്ക സെക്രട്ടറി മെമ്പർ അരവിന്ദ് ബാബു കാർഷിക മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ച് ക്ലാസ് എടുത്തു. എന്റെ മരം പദ്ധതിയുടെ ഭാഗമായി തൈകൾ നൽകുന്നതിന് പകരം വിത്തുകൾ നൽകി കൃഷി ചെയ്യാനും പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്നുണ്ട്. വേങ്ങ, നീർമരുത്, കുമിഴ്, കണിക്കൊന്ന, മന്ദാരം, കൂവളം എന്നീ ചെടികളുടെ വിത്തുകളാണ് വിദ്യാലയങ്ങളിൽ നൽകുന്നത്. ജില്ലയിലെ 70 സ്കൂളുകളിലെ അധ്യാപകർക്കാണ് പരിശീലനം നൽകുന്നത്. നാഷണൽ മെഡിസിനൽ പ്ലാന്റ്സ് ബോർഡിന്റെ 10,000 രൂപ ഫണ്ട് പദ്ധതിക്കായി ഓരോ വിദ്യാലയങ്ങൾക്കും നൽകുന്നുണ്ട്. അവലോകന യോഗത്തിന് ഒയിസ്ക ചീഫ് കോർഡിനേറ്റർ നളിനാക്ഷൻ നേതൃത്വം നൽകി. KNM ഒരു വർഷമായി നടത്തിവരുന്ന ക്യാമ്പയിന്റെ സമാപന സമ്മേളനം ജനുവരി 19 തലശ്ശേരിയിൽ നടക്കും. ഓൾ ഇന്ത്യ അഹ്ലെ ഹദീസ് ജനറൽ സെക്രട്ടറി അസ്ഗർ അലി ഇമാം മഹ്ദി അസ്സലഫി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തൗഹീദ് വിശുദ്ധിക്ക് വിമോചനത്തിന് എന്ന പ്രമേയത്തിൽ ഒരു വർഷമായി KNM സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ സമാപന സമ്മേളനം ജനുവരി 19 വൈകിട്ട് 4 തലശ്ശേരി സലഫി നഗറിൽ നടക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയ മദനിയും ജനറൽ സെക്രട്ടറി APT അബ്ദുൽ ഖാദർ മൗലവിയും അറിയിച്ചു. മന്ത്രവാദ ചികിത്സകളും ഇതുപോലെ ജിന്നിനടിച്ചെടുക്കുന്ന വിശ്വാസങ്ങളും ആ ഒരു ചികിത്സാ സമ്പ്രദായങ്ങളുമെല്ലാം പ്രമാണവൽക്കരിച്ചുകൊണ്ട് തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതിലെന്തെങ്കിലും ശക്തമായി കേരള നിരവധി മുജാഹിദീൻ അതിന്റെ സ്ഥാപിത കാലഘട്ടം മുതൽക്ക് ചെയ്തതുപോലെ ഇത് എത്രമാത്രം സമൂഹത്തെ സ്വാധീനിച്ചു എന്ന് വിളിച്ചറിയിക്കുന്ന ഒരു സമാപന സമ്മേളനമാണ് തലശ്ശേരി 19 തീയതി നടക്കാൻ പോകുന്നത്. ശാഖാമേഖല ജില്ലാ തലങ്ങളിൽ ക്യാമ്പയിൻ സമ്മേളനങ്ങൾ പൂർത്തിയായി. ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാ ആസ്ഥാനങ്ങളിൽ ചരിത്ര എക്സിബിഷൻ, സെമിനാർ എന്നിവയും നടന്നു. മതമാഫിയയും വർഗീയവാദികളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിനും ഫാസിസത്തിന്റെ അപകടങ്ങൾക്കെതിരെയും സമാപന സമ്മേളനത്തിൽ പ്രഭാഷണങ്ങൾ നടക്കും. ഓൾ ഇന്ത്യ അഹ്ലെ ഹദീസ് ജനറൽ സെക്രട്ടറി അസ്ഗർ അലി ഇമാം മഹ്ദി അസ്സലഫി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി E. അഹമ്മദ്, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ, വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവരും അതിഥികളായി പങ്കെടുക്കും. ഇടതുപക്ഷ സർവീസ് സംഘടനകളുടെ സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ DDE ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. പാഠപുസ്തക വിതരണ ഓഫീസുകൾ നിർത്തലാക്കാനുള്ള തീരുമാനം പിൻവലിക്കാനും DEO, AEO ഓഫീസുകളിൽ മിനി സ്റ്റാഫ് തസ്തികകൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് ധർണ. FCTO ജില്ലാ സെക്രട്ടറി M. മുരളീധരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പാഠപുസ്തക വിതരണ ഓഫീസുകൾ നിർത്തലാക്കാനുള്ള തീരുമാനം പിൻവലിക്കുക, സ്കൂളുകളിലെ ഉച്ചഭക്ഷണ വിതരണത്തിനായി DEO, AEO ഓഫീസുകളിൽ മിനി സ്റ്റാഫ് തസ്തികകൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇടതുപക്ഷ സർവീസ് സംഘടനകളുടെ സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖല ജീവനക്കാർ DDE ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ധർണ FCTO ജില്ലാ സെക്രട്ടറി M. മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ ഡിപ്പാർട്ട്മെന്റുകൾ വരുമ്പോൾ, സമ്മർദ്ദത്തിന് പരമായി ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന് പരമായി പുതിയ ഡിപ്പാർട്ട്മെന്റുകൾ വരുമ്പോൾ, പുതിയ ഓഫീസുകൾ തുടങ്ങുമ്പോൾ അവിടേക്ക് ജീവനക്കാരെ ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണ്? പുതിയ ഒരൊറ്റ പോസ്റ്റ് പോലും ക്രിയേറ്റ് ചെയ്യുന്നില്ല. മിനിസ്റ്റീരിയൽ സ്റ്റാഫ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം K. വിൽസൺ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് നയിച്ച കേരള യാത്രയിൽ പോലീസ് വാഹനത്തിന് മുകളിൽ കയറി യാത്ര ചെയ്ത് നിയമലംഘനം നടത്തിയ രാഹുലിനെതിരെ നിയമ നടപടി സ്വീകരിക്കില്ലെന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നിലപാട് നിയമ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണെന്ന് AIYF സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K. രാജൻ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. AICC വൈസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിക്ക് സുരക്ഷയൊരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടതായി AIYF സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K. രാജൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പോലീസ് വാഹനത്തിന് മുകളിൽ രാഹുൽ കയറിയത് സുരക്ഷാ കാരണത്താലാണെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നത്. ചെന്നിത്തലയുടെ സാന്നിധ്യത്തിലാണ് രാഹുലിന്റെ കോമാളിത്തം അരങ്ങേറിയത്. ഇക്കാര്യത്തിൽ കേസെടുക്കുന്നില്ലെന്ന നിലപാട് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. പ്രകടനം നടത്തുന്നതിനെതിരെ ഉണ്ണാവൃതമിരിക്കുന്നതും സന്ധ്യമാരും ചിറ്റിലപ്പള്ളിമാരും ഈ സംഭവത്തിൽ പ്രതികരിക്കണം. രാഹുലിനും നിയമം ലംഘിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 17-ന് AIYF പ്രവർത്തകർ നൂറനാട് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. AIYF ജില്ലാ സെക്രട്ടറി P. ഗവാസും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി.
handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. Stars Collection. Youthilariya best. Youthful surprises. Shades and style. Latest type fashion. Lowest price attraction. Kalyan Silks. Stars Collection. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്. വാർത്തകൾ തുടരുന്നു. ദേശീയ സ്കൂൾ കായികമേളയിൽ കായിക കേരളത്തിന്റെ അഭിമാനം വാനോളമുയർത്തിയ ചുണക്കുട്ടികൾ വന്നിറങ്ങിയതും അവഗണനയുടെ പടുകുഴിയിലേക്ക്. ദേശീയ സ്കൂൾ കായികമേളയിൽ മെഡൽ നേടിയ താരങ്ങളെ സ്വീകരിക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും എത്തിയില്ല. 59ാമത് ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ കേരളത്തിന് വേണ്ടി സുവർണ്ണ നേട്ടം കൊയ്ത് തിരിച്ചെത്തിയ ജില്ലയിലെ കായിക താരങ്ങൾക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ അവഗണനയുടെ വരവേൽപ്പ് കിട്ടിയത്. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ KP ഷീബ പറഞ്ഞതനുസരിച്ച് ഏക സർക്കാർ പ്രതിനിധിയായ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പ്രസന്നകുമാരി മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ബുധനാഴ്ച വൈകിട്ട് 5ഓടെ ജില്ലയിലെ KR ആതിരയടക്കമുള്ള സുവർണ്ണ താരങ്ങൾ കോഴിക്കോട്ടെത്തുമെന്ന് നേരത്തെ അറിയിപ്പുണ്ടായിരുന്നതാണ്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ദക്ഷിണ റെയിൽവേയും വിവിധ കായിക സംഘടനകളും ഒരുക്കിയ ഗംഭീര വരവേൽപ്പിന് ശേഷമാണ് കോഴിക്കോട് 4:45ഓടെ താരങ്ങൾ എത്തിയത്. നെല്ലിപ്പൊയിലിന്റെ KR ആതിര, KR സുജിത, പുല്ലുരാമ്പാറയുടെ തെരേസ ജോസഫ്, അപർണ റോയ്, ലിസ്ബത്ത് കരോളിൻ ജോസഫ്, PK റാഷിദ്, അലീന, മരിയ സ്റ്റാൻലി, കുളത്തുവയൽ സ്കൂളിലെ ടിനു ജെയിംസ് ജോയ്, സാൽബിൻ ജോസഫ്, മണിയൂർ സ്കൂളിലെ ബിൻസി എന്നിവരാണ് കോഴിക്കോട്ടെത്തിയത്. സ്ഥലം MPയോ MLAയോ കോഴിക്കോടിന്റെ മന്ത്രിയോ എത്താതിരുന്നതിന്റെ ദുഃഖം അവർ മനസ്സിലൊതുക്കി. പുല്ലുരാമ്പാറ മലബാർ സ്പോർട്സ് അക്കാദമി സെക്രട്ടറി PT അഗസ്റ്റിൻ ഒരു കെട്ട് മുല്ലപ്പൂമാലകളുമായി പുറത്ത് കാത്തുനിന്നിരുന്നു. പുറത്തെത്തിയ താരങ്ങളെ ആ പൂമാല വാങ്ങി ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറും സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായും ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ KP ഷീബയും കഴുത്തിലണിയിച്ച് സ്വീകരിച്ചു. അപ്പോഴേക്കും ഫ്ലക്സ് ബാനറുകളുമായി പുല്ലുരാമ്പാറ, നെല്ലിപ്പൊയിൽ മേഖലകളിൽ നിന്ന് കായിക പ്രേമികളെത്തി. പരിശീലകരായ പുല്ലുരാമ്പാറയുടെ ടോമി ചെറിയാൻ, നെല്ലിപ്പൊയിലിന്റെ VT മനീഷ്, മണിയൂരിന്റെ ഹരിദാസ് എന്നിവർക്ക് നന്ദി പറഞ്ഞ ശേഷമാണ് രക്ഷിതാക്കളുമായി വീടുകളിലേക്ക് അവർ മടങ്ങിയത്. പാചകവാതക വില വർധനവിനെതിരെ ജില്ലയിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സമര പരിപാടികൾ തുടരുന്നു. CPMന്റെ നേതൃത്വത്തിൽ നിരാഹാര സത്യാഗ്രഹമാണെങ്കിൽ CPI നേതൃത്വത്തിൽ മാർച്ചും ധർണയും ശക്തമായി നടക്കുകയാണ്. പാചകവാതക വില വർധനവിൽ പ്രതിഷേധിച്ച് അനിശ്ചിതകാല നിരാഹാര സമരത്തിന് അരീക്കാട് ടൗണിലും തുടക്കമായി. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P ജയപ്രകാശിന്റെ നേതൃത്വത്തിലാണ് അനിശ്ചിതകാല നിരാഹാര സമരം നടക്കുന്നത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ചന്ദ്രൻ മാസ്റ്റർ 2ാം ദിനത്തെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. 15 പേരടങ്ങുന്ന പ്രവർത്തകരാണ് ദിനംപ്രതി ഉപവാസം നടത്തുന്നത്. മുൻ MLA VKC മുഹമ്മദ് കോയ, M മുഹമ്മദ് കോയ, KM റഫീഖ്, PM ബാവ, PK അബ്ദുറഹിമാൻ എന്നിവർ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. പാചകവാതക വില വർധനവ് തടയുക, സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, ആധാർ നിർബന്ധം ഒഴിവാക്കുക, വിലക്കയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാനത്തുടനീളം CPM നേതൃത്വത്തിൽ സമരം നടക്കുന്നത്. ഫറോക്കിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M ഗിരീഷിന്റെ നേതൃത്വത്തിലാണ് അനിശ്ചിതകാല നിരാഹാര സമരം നടക്കുന്നത്. 2ാം ദിനത്തിലെ നിരാഹാര സമരം TK ഹംസ ഉദ്ഘാടനം ചെയ്തു. മുൻ MLA VKC മുഹമ്മദ് കോയ, ഫറോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KTM മജീദ്, ബാബുരാജ് എന്നിവർ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു. പാചകവാതക വില വർധനവ് തടയുക, ആധാർ കാർഡ് തട്ടിപ്പ് അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൊയിലാണ്ടി കേരള മഹിളാ സംഘം പ്രവർത്തകർ ഗ്യാസ് ഏജൻസിക്ക് മുമ്പിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി M നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ സംഘം പ്രസിഡന്റ് K ഓമന, KT കല്യാണി, S സുനിൽ മോഹനൻ, കായലാട്ട് ഗിരിജ, NVM ശോഭ എന്നിവർ സംബന്ധിച്ചു. ഇനി ഉത്സവ വാർത്തകൾ. ബിലാത്തിക്കുളം സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നവവത്സരങ്ങളുടെ ആദ്യഫല പെരുന്നാളും ദശാംശ സമർപ്പണവും ആചരിച്ചു. ചെയർമാൻ തോമസ് ഉമ്മൻ പള്ളിമുറ്റത്തിൽ നിന്ന് വിളവുകൾ സ്വീകരിച്ച് വികാരി ഫാദർ ബോബി പീറ്റർ ലേലം ഉദ്ഘാടനം ചെയ്തു. പ്രഥമ ലേലം സോജി എബ്രഹാം കരസ്ഥമാക്കി. ട്രസ്റ്റി വർഗീസ് ജോൺ, സെക്രട്ടറി സക്കറിയ മണി, കൺവീനർമാരായ KP ജോർജ്, TK വർഗീസ് ഉമ്മൻ, BC ചാണ്ടി എന്നിവർ നേതൃത്വം നൽകി. ചെറുവണ്ണൂർ കണ്ണാട്ടിക്കുളം അയ്യപ്പ ഭക്തർ മകരസംക്രമ സന്ധ്യയിൽ തിരികൊളുത്തി ആചരിച്ചു. ചടങ്ങിന് എടക്കണ്ടി കൃഷ്ണൻ, പ്രകാശൻ തണ്ടാമടത്തിൽ, സുധാകരൻ പാട്ടത്തിൽ, ഭാസ്കരൻ പൂണാട്ടിൽ, അജിത് കുമാർ പാട്ടത്തിൽ എന്നിവർ നേതൃത്വം നൽകി. ചെറുവണ്ണൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് കണ്ണാട്ടിക്കുളം തൈപ്പൂയ ആഘോഷ കമ്മിറ്റിയുടെ ആഘോഷവരവ് സംഘടിപ്പിച്ചു. കുട്ടികളുടെ കാവടിയാട്ടം, ടാബ്ലോ, താലപ്പൊലി, ചെണ്ടമേളം, വേഷവിധാനം തുടങ്ങിയവ അണിനിരുന്ന ആഘോഷവരവിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്.
തൈപ്പൂയ മഹോത്സവം ജനുവരി 11 മുതൽ 17 വരെയാണ് നടക്കുന്നത്. വിവിധ കലാപരിപാടികൾ, ഭജന, പ്രത്യേക പഞ്ചാമൃതാഭിഷേകം, തൈപ്പൂയ ദിനത്തിൽ കാവടി എഴുന്നള്ളത്ത്, മഹാഗണപതി ഹോമം, പ്രസാദൂട്ട് എന്നിവയോട് കൂടിയാണ് മഹോത്സവം നടക്കുന്നത്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിലേക്കും കളക്ടറേറ്റിലേക്കും മാർച്ച് നടത്തുന്നു. ഫെബ്രുവരി 6 വ്യാഴാഴ്ചയാണ് മാർച്ച്. ഇതിനു മുന്നോടിയായി ജനുവരി 21 മുതൽ 28 വരെ സമര പ്രചരണ ജാഥകൾ സംഘടിപ്പിക്കും. ക്ഷേമ പദ്ധതിയുടെ അപാകതകൾ പരിഹരിച്ച് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക, മിനിമം പെൻഷൻ 1000 രൂപയാക്കുക, 60 വയസ്സ് കഴിഞ്ഞ എല്ലാ തൊഴിലാളികൾക്കും പെൻഷൻ നൽകുക, മരണാനന്തര ആനുകൂല്യം 2 ലക്ഷം രൂപയാക്കുക, 42 വർഷം പണമടയ്ക്കുന്നവർക്ക് റിട്ടയർമെന്റ് ആനുകൂല്യം 2 ലക്ഷം രൂപയാക്കുക, വിവാഹ, പ്രസവ, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രക്ഷോഭം ആരംഭിക്കുന്നത്. നിതാക്കത്ത് മൂലം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മടങ്ങിവരുന്ന പ്രവാസികളുടെ പുനരധിവാസം സംബന്ധിച്ച് ചർച്ച ചെയ്യുവാൻ പ്രവാസി രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ സംഘങ്ങളുടെയും യോഗം അടിയന്തരമായും വിളിച്ചുകൂട്ടി സമഗ്രമായ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് പ്രവാസി കൌൺസിൽ ആവശ്യപ്പെട്ടു. പ്രവാസി മലയാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ജനുവരി 17 വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് ബാങ്ക് റോഡിലുള്ള കോഴിക്കോട് എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ പ്രവാസി കൌൺസിൽ കേരളയുടെ ആഭിമുഖ്യത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളെ ഉൾപ്പെടുത്തി ധർണ നടത്തുമെന്നും സാരഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ റോഡ് സുരക്ഷാ വാരത്തിന്റെ ഭാഗമായി ജനുവരി 11 മുതൽ 17 വരെ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അശ്രദ്ധയും വേഗതയുമാണ് വാഹനാപകടത്തിന്റെ സാധ്യതയും ഗൌരവവും വർദ്ധിപ്പിക്കുന്നത്. റോഡിനും ട്രാഫിക്കിനും അനുസൃതമായ വേഗം മാത്രം സ്വീകരിക്കുക, സീറ്റ് ബെൽറ്റ് ധരിച്ച് ജീവൻ രക്ഷിക്കുക, ഹെൽമറ്റിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുക, മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നത് അവസാനിപ്പിക്കുക, നമ്മുടെ സുരക്ഷയ്ക്ക് റോഡ് നിയമങ്ങൾ അനുസരിക്കുക എന്നീ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് കേരള സർക്കാർ റോഡ് സേഫ്റ്റി അതോറിറ്റി മോട്ടോർ വാഹന വകുപ്പുമായി ചേർന്ന് റോഡ് സുരക്ഷാ വാരം ആചരിക്കുന്നത്. കൊയിലാണ്ടി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വകാര്യ വാഹനങ്ങളിലെ ജീവനക്കാർക്കായി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസും കാഴ്ച പരിശോധനയും സംഘടിപ്പിച്ചു. IMA ജനുവരി 15 കമ്മ്യൂണിറ്റി സർവീസ് ദിനമായി വർഷം തോറും ആചരിച്ചു വരുന്നു. ഇതിനോടനുബന്ധിച്ച് 2013-14 വർഷത്തെ കോഴിക്കോട് ബ്രാഞ്ചിന്റെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ജനുവരി 18 തീയതി ശനിയാഴ്ച IMA ഹാളിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യും. നഗരവാസികളായ 70 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്ക് വേണ്ടി കോഴിക്കോട് IMA വിഭാവനം ചെയ്ത പ്രൊജക്ട് വഴി ആശുപത്രികളിൽ ഫാസ്റ്റ് ട്രാക്ക് സംവിധാനവും പ്രത്യേക ക്യൂ സിസ്റ്റവും ഏർപ്പെടുത്തും. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പഞ്ചായത്ത് സാമൂഹ്യ വികസന വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ നിർവഹിക്കും. ജീവിതശൈലി രോഗങ്ങൾ നേരത്തെ കണ്ടുപിടിക്കുന്നതിന് സ്കൂൾ കുട്ടികൾക്കിടയിൽ അവബോധം വളർത്തുന്നതിനു വേണ്ടിയുള്ള ക്യാച്ച് ദം യങ് പ്രൊജക്ടിന്റെ ഉദ്ഘാടനം MLA A പ്രദീപ് കുമാറും നിർവഹിക്കും. പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് ബേപ്പൂർ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ പരിചരണ സംഗമം സംഘടിപ്പിച്ചു. അരക്കണർ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം IAPC കേരള ഘടകം സെക്രട്ടറി മധുസൂദനൻ പൂക്കാട് ഉദ്ഘാടനം ചെയ്തു. പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പ്രസിഡന്റ് P പ്രകാശൻ അധ്യക്ഷം വഹിച്ചു. സെക്രട്ടറി K കോമു, ഷെഫീഖ്, കൌൺസിലർമാരായ ജലജ, സൈഫുനീസ, ഹൈദരാലി, ദിവാകരൻ പുല്ലനാട് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. മെട്രോ ഇന്റർനാഷണൽ കാർഡിയാക് സെന്ററിൽ അത്യപൂർവ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞതായി ആശുപത്രി വൃത്തങ്ങൾ പറഞ്ഞു. വൈദ്യശാസ്ത്ര രംഗത്ത് വളരെ അപൂർവമായി കാണുന്ന ലെഫ്റ്റ് മൈൻ കൊറോണറി ആർട്രേഷ്യ ഉള്ള രോഗിയിലാണ് വളരെ വിജയകരമായി ആൻജിയോപ്ലാസ്റ്റി ചെയ്തത്. ഇതുപോലെ സങ്കീർണമായ എല്ലാ ഹൃദയ ശസ്ത്രക്രിയകളും വിജയകരമായി ചെയ്യുന്നതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും വിദഗ്ധ ഡോക്ടർമാരാലും സുസജ്ജമാണ് കോഴിക്കോട് മെട്രോ ഇന്റർനാഷണൽ കാർഡിയാക് സെന്റർ എന്ന് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ PP മുഹമ്മദ് മുസ്തഫ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെട്രോളിയം കമ്പനികൾക്ക് വില നിശ്ചയിക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റ് നിർത്തലാക്കണമെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ. കനോലി കനാലിന് ശാപമോക്ഷം. നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. മെയ് 30-നകം പണി പൂർത്തിയാക്കുമെന്ന് കലക്ടർ. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കോൺഫെഡറേഷൻ ഓഫ് കൺസ്ട്രക്ഷൻ ഓർഗനൈസേഷന്റെ ബന്ദ് ജനുവരി 20, 21, 22 തീയതികളിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.